മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തുന്ന കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ TB യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ദുരവസ്ഥയിലേക്കാണ് ഇനി. വിണ്ടുകീറിയ വീഴാറായ പഴയ കെട്ടിടത്തിൽ ടാർപോളിൻ വെച്ച് മേൽക്കൂര മറച്ചാണ് ചികിത്സ. ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി ജീവൻ പണയം വെച്ചാണ് രോഗികളും ജീവനക്കാരും ഇവിടെ കഴിയുന്നത്. ആരോഗ്യ കേരളത്തെ താങ്ങി നിർത്തുന്ന ചുമരുകളാണിത്. പലയിടത്തും വിണ്ടുകീറിയിട്ടുണ്ട്. ഒരപകടമുണ്ടായാൽ ആരോഗ്യവകുപ്പിന്റെ സ്വയം സുരക്ഷയ്ക്കെന്നോണം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമെന്ന് ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണെങ്കിലും ജനറൽ ആശുപത്രിയിലെ TB യൂണിറ്റ് ഈ കെട്ടിടത്തിലാണ്. നേരത്തെ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടുമില്ല. ഇതോടെയാണ് അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ താൽക്കാലികമായി TB യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. താൽക്കാലികം എന്ന് പറഞ്ഞാരംഭിച്ച പ്രവർത്തനം ഇപ്പോൾ എത്ര വർഷം പിന്നിട്ടു എന്നതിന് കണക്കില്ല. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി TB യൂണിറ്റ് മാറ്റിസ്ഥാപിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലം കുറച്ചായി. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കും ഡ്രഗ് സ്റ്റോറിലേക്കും പോകുന്നവരും ഇതിനിടയിലൂടെ ജീവൻ പണയം വെച്ചു വേണം യാത്ര ചെയ്യാൻ. ജനറൽ ആശുപത്രിയിലെ TB യൂണിറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായാണ് ഈ ബിൽഡിംഗിലേക്ക് മാറ്റിയതെന്ന് അധികൃതർ പറയുന്നു. ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണെന്ന് വലിയ രീതിയിൽ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. 2015 മുതൽ ഈ കെട്ടിടത്തിലാണ് TB യൂണിറ്റിന്റെ പ്രവർത്തനം. ജീവനക്കാരുടെയും രോഗികളുടെയും ജീവൻ പണയം വെച്ച് എങ്ങോട്ടാണ് ആരോഗ്യ കേരളം പോകുന്നത്? മെഡിക്കൽ കോളേജായി ഉയർത്താൻ പോകുന്ന കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ, 24.